ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ തന്നെ വാർഷികഫലം പറഞ്ഞിട്ടുണ്ട്, വിഷുഫലം പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയുന്നത് ചതുർഗ്രഹ യോഗത്തെ പറ്റിയാണ്. പിന്നെ ഓരോരോ യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചതുർഗ്രഹ യോഗമെന്ന് പറയുമ്പോൾ ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ശനി, വ്യാഴം, രാഹുകേതുക്കൾ. ഇതിൽ ശനിയെ സംബന്ധിച്ച് 2.5 വർഷമാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. വ്യാഴം ഏകദേശം 1 വർഷമാണ്. രാഹുകേതുക്കൾ തമോ ഗ്രഹങ്ങളാണ്. ഇവർ ഒരു രാശിയിൽ 1.5 വർഷമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രാഹുകേതുക്കൾ മാത്രം വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ ഗ്രഹങ്ങളും നവഗ്രഹങ്ങളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് ക്ലോക്ക് ബേസിൽ സഞ്ചരിക്കുമെങ്കിൽ രാഹുകേതുക്കൾ തിരികെ വലത്തുനിന്ന് ഇടത്തോട്ട് സഞ്ചരിക്കും. അതാണ് പ്രത്യേകത. അപ്പോൾ ഇന്ന് പറയുന്നത് മീനക്കൂറുകാരെ പറ്റിയാണ്. മീനക്കൂറിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ പൂരിട്ടാതി 1 പാദവും, ഉത്രട്ടാതി 4 പാദവും, രേവതി 4 പാദവും ചേരുന്ന 2.25 നക്ഷത്രങ്ങളാണ്. ഒരു നക്ഷത്രം 60 നാഴികയുണ്ട്. ഇവർ മീനക്കൂറുകാരാണ്. ഇവരെ സംബന്ധിച്ച് ജന്മശനിയാണ്. 12-ൽ ശനിയുടെ സ്വക്ഷേത്രത്തിൽ രാഹു എത്തപ്പെട്ടു. അതോടൊപ്പം തന്നെ 6-ാം ഭാവത്തിൽ സൂര്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിൽ കേതു എത്തപ്പെട്ടു. വ്യാഴം ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന 4-ാം ഭാവത്തിലേക്ക് എത്തപ്പെട്ടു. വ്യാഴത്തെ കൊണ്ട് അനുകൂലത ഉണ്ടാകും. എന്നാൽ രാഹുവിനെ കൊണ്ടോ കേതുവിനെ കൊണ്ടോ അത്ര അനുകൂലപ്രദമല്ല. ഇവർക്ക് ഏഴാണ്ട ശനി മാറിയിട്ട് ജന്മശനി ആരംഭിച്ചു. മാർച്ച് 29-ാം തീയതി. രാഹുവിനെ സംബന്ധിച്ച് പാദനെന്ന്, വിദുദന്തനെന്ന്, തമസെന്ന്, അഘിയെന്ന്, സംഗികേയനെന്ന്, സ്വർഭാനുവെന്ന്, സർപ്പമെന്ന്, അഗു എന്നൊക്കെ പര്യായമുണ്ട്. കേതുവിനെ സംബന്ധിച്ച് മൃത്യുതനേനെന്ന്, ശിഖിയെന്ന്, കോലെന്നൊക്കെ പര്യായമുണ്ട്. പിന്നെ നമ്മൾ ഗ്രഹനിലയൊക്കെ പരിശോധിക്കുമ്പോൾ ഭാവാദ്വാദശ തത്രസൗഖ്യശരണം ദേഹീമതോ ദേഹിനാം എന്ന് പ്രമാണമുണ്ട്. ഭാവത്തിനും തൽപ്പതിക്കും കാരകാഗ്രഹത്തിനും മൂവർക്കും ബലമുണ്ടാകൽ ഭാവസമ്പത്ത് ചൊല്ലുക, ഇങ്ങനെയാണ് പ്രമാണം. പിന്നെ ഗ്രഹനിലയിൽ തന്നെ സ്ഥിരരാശിയുണ്ട്, ചരരാശിയുണ്ട്, ഉഭയരാശിയുണ്ട്, അതുപോലെ ഓജരാശിയുണ്ട്, യുഗ്മരാശിയുണ്ട്. പിന്നെ ഈ നാളുകാരെ സംബന്ധിച്ച് ഇവർ ചില സൗഹൃദങ്ങളുടെ പേരിൽ അറിയാതെ ചില നഷ്ടങ്ങൾ ഇവർക്ക് സംഭവിക്കും. ഇവരുടെ പകുതി വയസ്സിന് ശേഷം എനിക്ക് നേടാവുന്നത് ഇതിനേക്കാൾ നേടാമായിരുന്നു എന്ന ഒരു തോന്നൽ ഇവർക്കുണ്ടാവും. പിന്നെ താൻ പിടിച്ച പുലിക്ക് 3 കൊമ്പ് എന്ന് പറയുന്ന ഒരവസ്ഥ ഇവർക്കുണ്ട്. കാര്യം ഇവർ പറയുന്നത് ശരിയാണ് എന്നൊരു തോന്നൽ പലപ്പോഴും അറിയാതെ വന്നു പോകും മറ്റുള്ളവർക്ക്. ഇവർ പറയുന്നത് അംഗീകരിക്കണമെന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ചില വഴക്കോ ശത്രുതയോ ബന്ധുക്കളുമായിട്ട് കലഹങ്ങളോ ഒക്കെ അറിയാതെ ഉണ്ടാവും. അങ്ങനെയുണ്ട്. ബന്ധുസ്നേഹവും ഇവർക്ക് ഭയങ്കര കൂടുതൽ. കാര്യം ഒരു തെങ്ങിലെ ചക്കയാ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയാന്ന് കണ്ട് നിൽക്കുന്നവൻ പറഞ്ഞോണം. ഇങ്ങനെ ഒരു തോന്നൽ കൂടുതലായിട്ടുണ്ടാവാം. മറ്റുള്ളവർ അങ്ങനെ പറയുകയും ചെയ്യാൻ വേണമെങ്കിൽ. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവർക്ക് ഏതൊക്കെ മാസങ്ങൾ, ഏതൊക്കെ ദിവസങ്ങളാണ് കൂടുതൽ അനുകൂലപ്രദമെന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലപ്രദമല്ല. അലസതയുണ്ടാകും, ശ്രദ്ധക്കുറവുണ്ടാകും. വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അശ്രദ്ധ മൂലം നഷ്ടങ്ങളുണ്ടാകാം. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ നഷ്ടങ്ങളെ നികത്തി അനുകൂലമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ കൂടുതൽ നഷ്ടങ്ങൾ വരുമോ എന്ന ഒരു ആദിയും വ്യാധിയും മനസ്സിനെ അലട്ടാം. അസ്ഥിസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ഗൃഹം മൂടി പിടിപ്പിക്കുക,
വാഹനങ്ങൾ ഇത്യാദി യോഗങ്ങളൊക്കെ പറയുന്നു. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് വിദേശവാസ യോഗം പറയുന്നുണ്ട്. പുതിയ തൊഴിൽ കണ്ടെത്തുവാനുള്ള യോഗം പറയുന്നുണ്ട്. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവരുടെ സന്താനങ്ങളെ സംബന്ധിച്ച് ചില വൈഷമ്യങ്ങൾ അറിയാതെ ഇവർക്കുണ്ടാകാം. ഞരമ്പ് സംബന്ധമായി അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ കൂടുതലായിട്ട് അലട്ടാൻ സാധ്യത കൂടുതലുള്ളവരാണ് ഈ നാളുകാർ. ഇവർക്ക് ജൂലൈ മാസം 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അനുകൂല ഫലങ്ങളുണ്ടാകും. ആഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ 14-ാം തീയതി വരെ അനുകൂലമായ ഭാഗ്യങ്ങളുണ്ടാകും. സെപ്റ്റംബർ മാസം 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും. ഒക്ടോബർ മാസം 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും. നവംബർ മാസം 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും. ഡിസംബർ മാസം 2-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും. ജനുവരി മാസം 10-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഭാഗ്യമുണ്ടാകും. ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഭാഗ്യമുണ്ടാകും. മാർച്ച് മാസം 2-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഭാഗ്യമുണ്ടാകും. ഏപ്രിൽ മാസം 6-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഭാഗ്യമുണ്ടാകും. മെയ് മാസം 3-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ഭാഗ്യമുണ്ടാകും. ജൂൺ മാസം 4-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഭാഗ്യമുണ്ടാകും. ഇനി പരിഹാരാർത്ഥം ഇവരെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മൾ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദേഹശുദ്ധി, ശംഖുപൂരണം, ആത്മാരാധന, പീഠപൂജ, മൂർത്തിപൂജ, പ്രസന്ന പൂജയൊക്കെ ചെയ്ത് വേണ്ട രീതിയിൽ കർമ്മം ചെയ്യുന്നത് കൊണ്ട് 101% ഫലം ലഭിക്കാറുണ്ട് ഇവിടെ പരിഹാരം നടത്തുന്നവർക്ക്. പിന്നെ തറവാട്ടിൽ തന്നെ മേൽക്കാവും കീഴ്ക്കാവും ഉണ്ട്. പിന്നെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലെ ഗവൺമെൻറ്റിൽ ഒരു ജോലിയുണ്ട്, ലീവാണ്. പിന്നെ സ്ഥാപനമുണ്ട്. പിന്നെ ചോദിക്കും അതെന്താ, ഇലക്ട്രിക്, പ്ലംബിങ്, സാനിറ്ററി, ഇങ്ങനൊരു സ്ഥാപനമുണ്ട്. പിന്നെ കൊച്ചിലെ മുതൽ തന്നെ ഞങ്ങൾക്ക് ഓതിക്കൊൻസാനം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, തിരുമേനി വേദങ്ങളെപ്പറ്റിയൊക്കെ എപ്പിസോഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അത് പറയുമ്പോൾ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം ഇത്യാദി 4 വേദങ്ങളുണ്ട്. ഈ വേദങ്ങൾ കർമ്മത്തെക്കൊണ്ടും വിജ്ഞാനത്തെക്കൊണ്ടും ഉപാസനയെക്കൊണ്ടും ജ്ഞാനത്തെക്കൊണ്ടുമൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇതിൽ തന്നെ ഋഗ്വേദം 10,522 മന്ത്രങ്ങളുണ്ട് ഋഗ്വേദത്തിൽ. സാമവേദത്തിൽ 1875 മന്ത്രങ്ങളുണ്ട്. യജുർവേദത്തിൽ 1975 മന്ത്രങ്ങളുണ്ട്. അഥർവവേദത്തിൽ 5977 മന്ത്രങ്ങളുണ്ട്. ആകെ 4 വേദത്തിലൂടെ 20,349 മന്ത്രങ്ങളുണ്ട്. 3-4 എപ്പിസോഡ് വീതം എടുത്താൽ തന്നെ 3-4 വർഷങ്ങൾ എടുക്കത്തില്ലേ ഇത്രയും മന്ത്രങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കൂടെ ഒക്കെ പറയാനായിട്ട്? അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതിന് മെനക്കെടാത്തത്, അല്ലാതൊന്നുമല്ല. ഇനി പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാദേവന് പാലഭിഷേകം നടത്തുക, വെള്ളച്ചോറ് നിവേദ്യം നടത്തുക, വില്വപത്രം കണ്ട്, കൂവളത്തല കണ്ട് ഓം നമഃശിവായ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക. അതോടൊപ്പം അഘോരമന്ത്രം ജപിക്കുന്നത് അനുകൂലമായിരിക്കും. പാപം മോചന മോചന, ശാപം മോചന മോചന, ശത്രു മോചന മോചന, ഭാഗ്യം സർവ്വസൗഭാഗ്യ സിദ്ധ്യർത്ഥം സാധയ സാധയ ഓം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര അഘോരതനതന രൂപ പ്രജട പ്രജട കഹ കഹ വമവമ ബന്ധബന്ധ ഖാതയ ഖാതയ കുംഭട് സ്വാഹ ഇങ്ങനെ ജപിക്കുന്ന അനുകൂലമായിരിക്കും. മഹാവിഷ്ണുവിങ്കൽ പാൽപ്പായസ നിവേദ്യം, ഏകാദശി വ്രതം നോക്കുക. അതോടൊപ്പം സപ്തശുദ്ധി മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക. ഓം പ്രാണാപാന വ്യാനോദാന സമാനാമേ ശുദ്ധ്യന്താം പ്രാണൻ അപാൻ വ്യാൻ ഉദാനൻ സമാൻ 5 പഞ്ചപ്രാണൻ.
പ്രാണാപാനവ്യാനോദാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരകം വിരജ വിപാത്മാ ഭൂയാസാം സ്വാഹ വാഗ്മന ചക്ഷുശ്രോത്രഘ്രാണ ജുഹരേതോ ബുദ്ധ്യ കൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. ഇങ്ങനെയുള്ള സപ്തശുദ്ധി മന്ത്രമുണ്ട്. 7 ശുദ്ധി. വാക്ക്, മനസ്സ്, ചക്ഷുസ്, ഘ്രാണം ഇതെല്ലാം ശുദ്ധീകരിക്കുക. 7 ശുദ്ധിയാണ് സപ്തശുദ്ധികൾ. ആ മന്ത്രം ജപിക്കുന്നത് അനുകൂലമായിരിക്കും. അതോടൊപ്പം രാഹുവിൻ്റെ 12ലാണ് രാഹു. രാഹുവിൻ്റെ സ്തോത്രം ജപിക്കുന്നത് നല്ലതായിരിക്കും. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യാഭിമർദ്ദനം സംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. ഇങ്ങനെ ഒരു 108 പ്രാവശ്യം ചൊല്ലുന്നത് അനുകൂലമായിരിക്കും. പിന്നെ നമ്മൾ വിളക്കെല്ലാം കത്തിച്ചൊക്കെ വെച്ചിട്ട് ഒന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ ഓം മന്ത്രഹീനം ക്രിയാഹീനം തൊഴുതു പ്രാർത്ഥിച്ച് പറയുക. ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വര മഹേശ്വരീയൽ പൂജിതം മയാദേവി പരിപൂർണം തതസ്തുതേ. ഇങ്ങനെ ജപിക്കുക. പിന്നെ നമ്മൾ ഗൃഹത്തിലൊക്കെ വിളക്കൊക്കെ കത്തിക്കുന്നെങ്കിൽ അനുഗ്രഹകലയും നിഗ്രഹകലയും ദൈവങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ഡയമണ്ട് നടുക്ക്. കാര്യം ആയുർരേഖയുണ്ട്, ഭാഗ്യരേഖയുണ്ട്. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് നടുക്ക്, ഹസ്തത്തിൻ്റെ നടുക്ക് ഒരു ഡയമണ്ട് ആകൃതി കാണും. ഇതാണ് അനുഗ്രഹകല. അനുഗ്രഹകലയും വേണം, നിഗ്രഹകലയും വേണം. അതുകൊണ്ട് ദൈവത്തെ കാണാൻ പറ്റുമോ? കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതത്രമാത്രം പാരമ്യമായിരിക്കുന്ന ആത്മീയതയിൽ, ഭക്തിയിൽ, പൂർവ്വപുണ്യ സുഹൃതങ്ങളിൽ, പൂർവ്വപുണ്യം എന്ന് പറഞ്ഞാൽ മുജ്ജന്മ, അതായത് സുഹൃതി, അതായത് മുമ്പുള്ളവർ, തറവാട്ടിലുള്ള മുമ്പുള്ളവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടും മുമ്പ് ഉള്ള കർമ്മങ്ങളുടെ അനുഭവ ഫലമായിട്ടുമൊക്കെ അതൊക്കെ സാധ്യമാകുന്നത്. ആരും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കില്ല. പല അനുഭവങ്ങളുണ്ടായിട്ട്. ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ 21, 35 ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ 2 മെഴുകുതിരി കത്തിക്കുക. മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ, അസർ, മഹരി, വിശാഖ്, സുബഹി 5 നിസ്കാരവേളയിലും യാസിന് ഓതുകയും അസറിൻ്റെ സമയത്ത് ഖുറാനിൽ ആദ്യത്തെ ആയത്തായ ഫാത്തിഹ ചൊല്ലുന്നതും അനുകൂലമായിരിക്കും. ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ, ഭരദേവതകൾ, മേൽക്കാവിലമ്മ, കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇതാ പറയാനുള്ളത്.